ഹാപ്പി ഓണം ഗായ്സ്. തിരുവോണമായിട്ട് എന്താണ് പരിപാടി? സദ്യയൊക്കെ വെച്ചോ അല്ലെങ്കിൽ ഓർഡർ ചെയ്തോ? മാവേലിനെയൊക്കെ വരവേറ്റു. ഇത്തവണ ഞങ്ങൾക്ക് തിരുവോണത്തെക്കാൾ പ്രധാനം ഉത്രാടം, അതായത് ഒന്നാം ഓണമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന്റെ ഉണ്ടോണാണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് 3 ഓണം എന്നാ പറയണത് ഇവിടെയൊക്കെ. ആദ്യത്തെ ഓണം കണ്ടോണം, രണ്ടാമത്തെ ഓണം ഉണ്ടോണം, അതായത് ഊണ് കൊടുക്കണ ഓണം, ഇലയൊക്കെ ഇട്ട്. മൂന്നാമത്തെ ഓണം അവർ ഉടുക്കണ ഓണം, അതായത് മുണ്ട് ഉടുക്കണ ഓണം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ജനിച്ച് 28-ന് തന്നെ മുണ്ടൊക്കെ കൊടുക്കണോണ്ട് അത് അങ്ങോട്ട് പോയി. എന്നാലും നമ്മളൊരു പേരിന് ഉടുപ്പിക്കും. സോ ഇത്തവണ അവന്റെ ഉണ്ടോണാണ്. നമ്മൾ തിരുവോണത്തിന്റെ അന്നല്ല, ഉത്രാടത്തിന്റെ അന്ന്, അതായത് ഒന്നാം ഓണത്തിനാണ് ഉണ്ടോണായിട്ട് ചടങ്ങ് നടത്തുന്നത്. അതായത് ഇലയൊക്കെ ഇട്ട് സദ്യ കൊടുക്കണം. അപ്പൊ അതേ തമ്പ് ഉടുപ്പൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇലയില് നമ്മൾ സാധാരണ നോർമൽ നമ്മൾ ഒരാൾ കഴിക്കണ പോലെ എല്ലാ കറികളും വിളമ്പിയിട്ടാണ് അവന് ഇരുത്താറ് കേട്ടോ. അപ്പം ഇവൻ ഇത് എങ്ങനെ കഴിക്കും എന്നുള്ളതിൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് ഇങ്ങനെ പൊതുവെ നമ്മൾ കഴിക്കണ കാണുമ്പോൾ എല്ലാം കഴിക്കാൻ താല്പര്യമാണ്. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവൻ കൊണ്ട് ഇരുത്തുമ്പോൾ തന്നെ എല്ലാം കമത്തുക എന്നുള്ളത്. പക്ഷെ എന്റെ ആ ഒരു ചിന്തേനെയൊക്കെ മറികടന്ന് കുഞ്ഞ് ഓരോരോ സാധനങ്ങൾ ഭയങ്കര കാര്യമായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇല ഒന്നും കളഞ്ഞില്ല, ഭയങ്കര നീറ്റും ഡീസന്റ് ആയിട്ട് കഴിക്കണം കേട്ടോ. ഇവനെ ഞങ്ങളിങ്ങനെ കഴിക്കാനൊന്നും പഠിപ്പിച്ചിട്ട് പോലും ഇല്ല, ഇവൻ തന്നെ കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളൊരു പ്രായത്തുമ്പോൾ എല്ലാം തന്നെ ചെയ്യും, നമ്മളൊന്നും അധികം ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ദേ അവൻ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വാരി വാരി കൊടുത്തു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായി, എൻ്റെ ചേട്ടന് വരാൻ പറ്റിയില്ല, ജോലി ഉണ്ടായിട്ടോ. അങ്ങനെ എല്ലാവരും വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സദ്യ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ തമ്പ് സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരുടെ മനസ്സറിഞ്ഞ് ദേ ഇലയും മടക്കി. പിന്നെ അതേ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടു. അപ്പൊ ഞങ്ങളുടെ തിരുവോണ വിശേഷങ്ങൾ ഈവനിങ്ങിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ മറക്കല്ലേ.